ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബട്ടൂര ചെയ്താലോ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പി തന്നെ. നമ്മുടെ നാട്ടിലെ പൂരി പോലെ ഒരല്പം വലുതാണ് ബട്ടൂര. നമ്മളിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും 3 ടീസ്പൂൺ റവയും 3 സ്പൂൺ തൈരും ഒരു നുള്ള് സോഡാപ്പൊടിയും ചേർത്ത് 2 സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴയ്ക്കാം. തൈര് ചേർത്തു, സോഡാപ്പൊടി ഒരു നുള്ളി ചേർത്തു. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് നന്നായി കുഴയ്ക്കാം. കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലായിടത്തും ഉപ്പ് പിടിക്കാനായിട്ട് സഹായിക്കും. അപ്പം മൈദയും ഉപ്പും പഞ്ചസാരയും എണ്ണയും തൈരും ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. കുഴ എപ്പോഴും നന്നായിരിക്കണം. കുഴ നന്നായാൽ മാത്രമേ ഈ വക സാധനങ്ങളൊക്കെ നന്നാകൂ. അപ്പോൾ ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് ഒഴിച്ച് നമ്മളിത് കുഴച്ച് ഒരു അരമണിക്കൂർ മൂടി വയ്ക്കുക. മൈദയ്ക്ക് മൈദ തന്നെ വേണം. മറ്റ് പൊടികൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. പിന്നെ ബട്ടൂര എപ്പോഴും വലുതായിരിക്കും. ഒരു വലുതായിട്ട് പരത്തിയിട്ട് 2ആയിട്ട് മുറിച്ചാണത് പൊരിച്ചു പോരാറുള്ളത്. നമ്മളിപ്പോൾ കിച്ചൺ ചെറുതായതുകൊണ്ടും ചട്ടി ചെറുതായിട്ടും ചെറിയ ബോളാക്കിയിട്ട് ചെറുതായിട്ട് പരത്തിയിട്ട് നമുക്ക് ചട്ടിയിൽ വറുത്ത് വരാം. പകുതിയായിട്ടും മുറിച്ചിട്ടും വറുത്ത് വരാം. നമുക്ക് ഫുള്ളായിട്ടും വറുത്ത് വരാൻ രണ്ടും ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് വെക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി മയപ്പെടുത്തുക. മയപ്പെടുത്തിയ ശേഷം നമുക്ക് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഏകദേശം ഇതുപോലുള്ള ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. ഇത് പരത്തുമ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് പരത്തണമെന്നൊന്നും ഇല്ല കേട്ടോ. അതൊരു ഓവൽ ഷേപ്പിൽ കിട്ടിയാൽ മതി. അപ്പം അതുകൂടി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ 2ആയിട്ട് മുറിച്ചും 2ആയിട്ട് മുറിക്കാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുള്ള പണി. ഇതിന് പരത്തുക, മുറിക്കുക, എണ്ണയിൽ വറുത്ത് പോരുക എന്നുള്ളത് മാത്രമേ പണിയുള്ളൂ. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ബട്ടൂര ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിപ്പോൾ 2ആയിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മുഴുവത്തോടെയും എടുക്കാം. രണ്ടും വറുത്ത് കാണിക്കാം. എപ്പോഴും ചപ്പാത്തി പോലെ റൗണ്ട് ആവണ്ട, നീളത്തിൽ തിരിച്ച് അങ്ങനെ ഇട്ട് പരത്തെടുക്കുക. കണ്ട ഒരു ഓവൽ ഷേപ്പ് പോലെ വന്നിട്ടേ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്പം കട്ടിയിട്ടാണ് പൂരി പോലെ തന്നെ 2 പൂരിയുടെ കനം ഉണ്ടാവണം ഒരു ബട്ടൂരയ്ക്ക്. അപ്പോൾ ഇത് പകുതിയായിട്ട് മുറിച്ചത് വറുത്ത് വരുന്നു. അതിനുശേഷം ഫുള്ള് വറുത്ത് പോരാം. എല്ലാവർക്കും ഒരു വെറൈറ്റി കണ്ടോ, വീർത്തുന്ന കണ്ടോ, ഫുള്ള് വീർത്ത കണ്ടോ. ഇതൊരു വെറൈറ്റി അനുഭവം അല്ലേ എല്ലാവർക്കും. കണ്ടോ, നല്ല ഉറച്ചിരിക്കുന്നു. നമ്മുടെ പൂരി പോലെ, പൂരിയേക്കാളും ഉറപ്പ് ഇതിനുണ്ടാവും. ഇത് ഫുള്ളായിട്ട് ഇട്ട് വരണം. അപ്പോൾ എനിവേ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂരിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബട്ടൂരയും കുറച്ച് ചന മസാലയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്കൊരു പുതിയൊരു വീഡിയോ വരുമ്പോൾ നമുക്ക് ചന മസാല നമുക്ക് റെസിപ്പി ചെയ്യാം. തൽക്കാലം ഇന്ന് ബട്ടൂര മാത്രം കഴിക്കാനേ നിവൃത്തിയുള്ളൂ. കണ്ടോ, നല്ല ഉറപ്പായിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുന്നേ, ഷെയർ ചെയ്യ് കൂട്ടുകാർക്കൊക്കെ. നിങ്ങൾ കാണുമ്പോൾ ഉള്ള കമൻറ്റ് ചെയ്യേ. അപ്പം എന്തെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യുമ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ എന്തിനാ മറന്നു പോകുന്നേ. അപ്പം നല്ലൊരു വീഡിയോ വിടുമ്പോൾ നാളെ വീട്ടിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.